എല്ലാവർക്കും എൻ്റെ പൊൻ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് കപ്പക്കറിയാണോ? അല്ല. അപ്പോൾ ഇന്നൊരു വെറൈറ്റി കപ്പ കൊണ്ട് വെറൈറ്റി ആണ്, എന്നാലും എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് ഒരു കപ്പയാണേ. ഒരു കപ്പയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു കപ്പയുണ്ട്, അതിൻ്റെ പകുതി ഞാൻ ചെത്തി കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ ഞാൻ ചിരട്ടെടുത്ത് വെച്ചിട്ടുണ്ട്, ജീരകമുണ്ട്, റവയുണ്ട്, തേങ്ങയുണ്ട്, ഉപ്പുണ്ട്, പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം, പിന്നെ വേറൊരു പാത്രത്തിൽ വെള്ളം, പിന്നെ ഒരു ബ്ലേഡ്, പിന്നെ നമ്മുടെ കുക്കർ. ഇതൊക്കെ ചൂടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഇത് ഈ ബ്ലേഡിലൂടെ നമുക്കൊന്ന് ചീകിയെടുക്കാം കേട്ടോ. ചിരട്ട ഇരിക്കുമ്പോഴേ മനസ്സിലായി കാണുമല്ലേ എന്തായിരിക്കും ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ എന്നാലും ഞാനൊന്ന് കാണിച്ചേക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാം, അറിഞ്ഞൂടാത്തവരും ഉണ്ടല്ലോ, അവരൊക്കെ ഇന്ന് കാണട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് ചീകിയെടുത്തുകൊണ്ട് വരാം. ഇങ്ങനെ ചീകിയെടുക്കണം കേട്ടോ. കപ്പയൊക്കെ ഞാൻ നല്ലോണം ഇതേപോലെ ആക്കിയിട്ടുണ്ട്. വെള്ളത്തിനകത്ത് തന്നെ ചീകിയിടണം. അത് നല്ല വൃത്തിയായിട്ട് ഇതിനകത്ത് തന്നെ വെച്ച് ഇങ്ങനെ കഴുകണം, കണ്ടില്ലേ. ഇങ്ങനെ കഴുകി നല്ലോണം അതിൻ്റെ ആ കുറുക്കൽ മാറണം. ആ പാല് കളർ കണ്ടോ, നല്ലോണം കളയണം, കണ്ടില്ലേ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ നമ്മൾ ഈ വെള്ളത്തിലോട്ട്, ശുദ്ധമായ വേറൊരു വെള്ളത്തിലോട്ടാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മൾ അത് നല്ലോണം ഒഴിഞ്ഞിട്ട്, ഇത് തിളപ്പിച്ച വെള്ളമാണ്, ഈ തിളപ്പിച്ച വെള്ളത്തിലും കൂടെ ഒന്ന് ഇട്ട് നല്ലോണം ഒന്ന് സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് കറക്കിയിട്ട് വീണ്ടും നല്ല വെള്ളത്തിൽ കഴുകിയെടുത്ത് വാരിയാണ് നമ്മൾ ഈ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഷുഗറുകാർക്കൊന്നും പേടിക്കണ്ട, ആർക്കും പേടിക്കണ്ട, വയറ്റ് വേദന ഒന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായ നമുക്ക് അടിപൊളി ഇതുണ്ട്. ഇത് കഴിച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇടണം. അങ്ങനെ എല്ലാം പിഴിഞ്ഞ് നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മുടെ കൈയുടെ ബലം അനുസരിച്ചിരിക്കും കേട്ടോ പിഴിയുന്നത്. നല്ല പിഴിഞ്ഞും കളയണം. ഇപ്പം ഞാൻ പകുതിയായി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഫുള്ള് നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പോൾ അത് ഫുള്ളും എടുത്തിട്ടുണ്ട്. ഇനിയില്ല, ഇനി പൊടിയൊക്കെ ഉള്ളു. നമുക്ക് ഈ വെള്ളം അങ്ങ് കളയാം. ഇനി നമ്മൾ അടുത്ത വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അതും അതേപോലെ തന്നെ നല്ലോണം കൈ വെച്ച് ഇതേപോലെ ഇങ്ങനെ ആക്കണം, കണ്ടില്ലേ. ചീനി പൊടിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. അതിൻ്റെ ആ കൊഴുപ്പ് മാത്രമേ പോകത്തുള്ളൂ. അത് നല്ലോണം അതും പിഴിഞ്ഞ് ചൂടുവെള്ളത്തിലോട്ടിടണം. കണ്ടില്ലേ, ചൂടുവെള്ളത്തിലോട്ട് ഇടുകയാണ്. കൈ കൊണ്ട് തൊടാൻ പറ്റത്തില്ല കേട്ടോ, കൈ പൊള്ളും. അപ്പോൾ അത് നമുക്ക് അതും തീർന്നു. ഈ വെള്ളവും നമുക്ക് കളയാം. നമ്മൾ ഈ ചൂടുവെള്ളത്തിലല്ലേ ഇട്ടേക്കുന്നത്. ഒരു സ്പൂൺ എടുക്കുക. സ്പൂൺ എടുത്ത് നല്ലോണം ഇതിനകത്ത്, ഈ ചൂടുവെള്ളത്തിനകത്ത് ഒന്ന് ഇങ്ങനെ ആക്കിക്കൊണ്ടേ ഇരിക്കുക, കണ്ടില്ലേ. ഇനി ഈ ചൂടുവെള്ളം കുറച്ച് നേരം ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് തണുത്തിരിക്കും, കുറച്ചങ്ങ് കളയുക. ഇപ്പം തന്നെ തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പം യാതൊരു കട്ടും ഇല്ലാതായിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നമുക്ക് അടുത്ത വെള്ളത്തിലോട്ടിടാം.
അപ്പോൾ എത്ര വെള്ളത്തിൽ, 3 വെള്ളത്തിൽ കറക്റ്റായിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട്. കണ്ടില്ലേ? വീണ്ടും വെള്ളത്തിൽ കഴുകിയെടുത്ത്. അപ്പോൾ നമ്മൾ ഊറ്റി വേവിക്കുന്നതിനെക്കാട്ടി നല്ല സുഖമായിട്ട് നല്ല വൃത്തിയായിട്ട് ഒരു പൊടി പോലും പശപ്പില്ലാതെ നമ്മൾ ഈ കപ്പ എടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി ഇതിനകത്തൊട്ട് ഇനി ഒരു വെള്ളത്തിലും കഴുകണ്ട കേട്ടോ, ഇത്രയും മതി. ചോറുകാരൊന്നും പേടിക്കണ്ട, കപ്പപ്പുട്ട് തിന്നാൻ പറ്റുമെന്നൊന്നും പറഞ്ഞ് പേടിക്കണ്ട. ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ടേസ്റ്റിന് നമുക്ക് കപ്പപ്പുട്ട് കഴിക്കാം. അതേ കണക്ക് നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യണമെങ്കിലും അത് ഇങ്ങനെ ആക്കിയിട്ട് തേങ്ങയൊക്കെ ഇട്ട് മഞ്ഞളും ജീരകവും ഒക്കെ ആക്കി ചെയ്തെടുത്താൽ നമുക്ക് വേവിച്ചെടുത്തിട്ട് നമുക്കത് തോരൻ പോലെ ആക്കിയെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ രണ്ടും വേണമെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് തന്നെ ഒന്ന് പിഴിയുക. ഒട്ടും വെള്ളമില്ലാതെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. ഉണ്ടോ? അപ്പോൾ ഇത്രയും കപ്പയും ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. വേണ്ടവർക്ക് 1 കപ്പയോ 2 കപ്പയോ ഒക്കെ വേണമെങ്കിൽ എടുക്കാം. ഇനി കറിയുടെ ആവശ്യമില്ല, ഇത് വെറുതെ അങ്ങ് കഴിക്കാൻ പറ്റും. കറി ഒഴിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമ്മൾ സാധാരണ കണക്ക് സവാളയും ഒക്കെ നല്ലോണം വഴറ്റി ചിക്കൻ മസാലയോ മീറ്റ് മസാലയൊക്കെ ഇട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കപ്പയും വാരി വെച്ച് റവയെല്ലാം കൂടെ മിക്സ് ചെയ്ത് വാരി വെച്ചിട്ട് അതിൻ്റെ നടുക്ക് തേങ്ങയ്ക്ക് പകരം നമ്മൾ ആ സവാളയൊക്കെ വഴറ്റിയതെടുത്തിട്ട് വീണ്ടും നമുക്ക് അങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് റവ ഇടാം. വേണ്ടേ? അതേപോലെ പകുതി റവയെ ഞാൻ എടുത്തേക്കുന്നു. ഉപ്പിടാം. ഇനി ചെറിയ ജീരകം, കുറച്ച് തേങ്ങ. നല്ല തേങ്ങയും ജീരകവും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിനകത്തുള്ള വെള്ളത്തിൽ തന്നെ ആയിരിക്കും ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു തുള്ളി വെള്ളം നമ്മളെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കുടഞ്ഞാൽ മതി കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇച്ചിരി കുടഞ്ഞ് നമ്മൾ അടച്ച് ഒരു 10 മിനിറ്റ് ഇത് അടച്ച് വെച്ചേക്കണം. ഉടനെ അങ്ങ് പുഴുങ്ങരുത്. അതായത് റവ ഒന്ന് ഇതിനകത്തോട്ട് ഒന്ന് കുതിർന്ന് നല്ല സോഫ്റ്റ് ആവണം. കണ്ടില്ലേ? അപ്പോൾ ആ തേങ്ങാപ്പാലും എല്ലാം ഇതിനകത്ത് പിടിച്ച് നല്ല മണമായിട്ടിരിക്കും. അപ്പോൾ ഇത് നമുക്ക് അടച്ച് വയ്ക്കാം കുറച്ച് നേരം. ഇപ്പം ഞാൻ അടച്ചു വെച്ചു. അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ തിളച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് പുട്ട് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ പുട്ടൊക്കെ പുട്ടുമാവ് നനച്ച് വെച്ചത് എങ്ങനെയായി നോക്കാം. കപ്പയും റവയും തേങ്ങയും ഉപ്പും ഇട്ട് കുതിർത്ത് വെച്ചത് ജീരകവും കൂടെ ആക്കി വെച്ചത് നമുക്കൊന്ന് നോക്കാം. സോഫ്റ്റ് ആയെന്ന് നോക്കാം. ഇതാ നല്ല പൂ പോലെ ആയിക്കണ്ട. നമ്മൾ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം അടച്ചു വെച്ചാൽ മതി. ഇതേപോലെ നമുക്ക് നമ്മളെ ചക്കക്കുരു പുഴുങ്ങിയിട്ടും ആക്കിയെടുക്കാം, പുട്ട് പുഴുങ്ങാം കേട്ടോ. അടിപൊളിയാണേ. ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചിരട്ടയിലും ആദ്യം ഇത്തിരി മാവ് ഈ ചിരട്ടയുടെ ഹോളിലൊന്ന് വെക്കുക കേട്ടോ, ശകലം. എന്നിട്ട് വേണം ഈ തേങ്ങ നമുക്ക് കുറച്ച് വാരിയിടാൻ. നമുക്ക് മാവിടാം. ഇപ്പം പുട്ട് റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു. ഷുഗറുകാർ കപ്പ കഴിക്കാൻ പാടില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ആക്കി കഴിച്ചാൽ മതി, അടിപൊളിയാണ്. അങ്ങനെ വേവിക്കാനാണെങ്കിൽ ഇങ്ങനെ വേവിച്ച് നമുക്ക് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായിരിക്കും പുട്ട്. നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇടാം, മുകളിൽ കുറച്ച് തേങ്ങയും കൂടെ ഇടാം. കൈയുടെ പത്തി വെച്ച് ഇങ്ങനെ നമുക്ക് ഇതിലോട്ട് വയ്ക്കുക.
ഓക്കെ. അപ്പോൾ ആവി വരട്ടെ, പുട്ട് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ആയിരിക്കും, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സിമ്പിളാണ്. പകുതി കപ്പ് തന്നെ 2 പുട്ടിനായി, കണ്ടില്ലേ? ഇനി ഒരു പുട്ടിനും കൂടെ ആകുമ്പോൾ ഇന്നത്തെ റെഡിയാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് തരണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ടേസ്റ്റ് നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. ഓക്കെ. അപ്പോൾ പുട്ട് ആവട്ടെ, കാണിച്ചു തരാം. നമ്മളെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തട്ടാം. നല്ല ചിരട്ടയ്ക്ക് നല്ല ചൂടാണ് കേട്ടോ, അപ്പോൾ അതൊക്കെ എടുക്കണം. നല്ല കൊള്ളും. കണ്ടില്ലേ, അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല സൂപ്പർ കപ്പപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് മസാലയൊക്കെ ചേർത്ത് ആക്കാം. ഞാനിപ്പോൾ തേങ്ങയാണ് അധികം ഇട്ടേക്കുന്നത്. ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. അടിപൊളിയാണേ. ഇച്ചിരി കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ പൊഴിഞ്ഞ് വരുന്ന പുട്ടായിരിക്കും. കണ്ടില്ലേ, നല്ല പൊഴിഞ്ഞ് വരുന്ന പുട്ടായിരിക്കും. റവയല്ലേ ഇട്ടേക്കുന്നത്. അടിപൊളി. ഓക്കെ.